പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശത്തുള്ള തകർന്ന റോഡിന്റെ സമീപത്താണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, വളരെ വർഷങ്ങളായിട്ട് തകർന്ന തരിപ്പണമായിട്ട് ചെറുവാഹനങ്ങൾക്ക് പോലും പോകാൻ മേലാത്ത വിധത്തിൽ തകർന്നു കിടക്കുന്ന ഈ റോഡിന്റെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ നമുക്ക് ഈ തകർന്ന റോഡിൽ കൂടെ ആദ്യം ഒന്ന് യാത്ര ചെയ്തിട്ട് നമുക്കിതിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെ മുൻവശത്ത് കിടക്കുന്ന 1/2 കിലോമീറ്റർ മാത്രം ദൂരമുള്ള ഈ റോഡിന്റെ ഇന്നത്തെ അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇതിൽ നടന്നു പോകാൻ പോലും മേലാത്ത വിധം അത്രയ്ക്ക് മോശമായിട്ട് കിടക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ കിടക്കുന്നതെന്ന് നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ഒരു ചെറിയ വാശിയുടെ പുറത്താണ് ഈ റോഡ് കിടക്കുന്നത്. അപ്പോൾ അത് കാരണം ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾ മുഴുവൻ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെന്നുള്ളത് നിങ്ങളൊന്ന് ഓർക്കുക. ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ റോഡ് ഇനി ശരിയാകണമെന്നുണ്ടെങ്കിൽ ഈ ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന ഈ പഞ്ചായത്ത് ഭരണസമിതി മാറി അടുത്ത ഭരണസമിതി വന്നെങ്കിൽ മാത്രമേ എനിക്ക് തോന്നുന്നു ഈ റോഡിനിട്ട് എന്തെങ്കിലും ചെയ്യത്തുള്ളൂ. അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാശി മൂലം കിടക്കുന്നതാണ് ഈ റോഡിൻ്റെ അവസ്ഥ. നിങ്ങൾക്കറിയാമല്ലോ ഇതിൽ എങ്ങനെ വാഹനമായിട്ട് പോയി. ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ പ്രദേശത്തുള്ള ആൾക്കാർ, ഏറ്റവും കൂടുതൽ സാധാരണക്കാർ ഉപയോഗിക്കുന്ന റോഡിൻ്റെ അവസ്ഥ ഇതുപോലെ മോശമായിട്ട് ഏതെങ്കിലും ഒരു പഞ്ചായത്തിന് മുൻവശത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഇതുപോലെ ഒരു റോഡ് ഇങ്ങനെ കിടക്കുന്നുണ്ടോ? എന്തുമാത്രം ആൾക്കാർ പോകുന്ന ഹോസ്പിറ്റലുകളുണ്ട്, രജിസ്റ്റർ ഓഫീസുണ്ട്, അതുപോലെ ഹെൽത്ത് സെൻ്ററുണ്ട്, എന്തെല്ലാം ഈ പരിസരത്തുണ്ട്. പക്ഷേ ബാങ്കുണ്ട്. എന്നിട്ട് ഈ റോഡിൽ ഇത് നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഒരു കാഴ്ച നോക്കിയാൽ മഴ പിടിച്ചു കഴിഞ്ഞാൽ ഈ റോഡിൽ കൂടെ ആൾക്കാർക്ക് നടന്നു പോകാൻ പോലും പറ്റത്തില്ല. അത്രയ്ക്കും മോശമായിട്ട് കിടക്കുകയാണ്. അതുപോലെ റോഡിൻ്റെ ഇരുവശവും കാട് വളർന്ന്. എനിക്ക് തോന്നുന്നു വേറെ ഒരിടത്തും ഇതുപോലെ ഒരു റോഡിൻ്റെ ഒരു അവസ്ഥ ഇതുവരെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു. അത്രയ്ക്കും പരിതാപകരമാണ് ഈ പുതുപ്പള്ളി പഞ്ചായത്തിലെ ഈ റോഡിൻ്റെ അവസ്ഥ. അപ്പോൾ ഈ റോഡിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതാണ് കുട്ടഞ്ചിറപ്പടി. ഇവിടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ മരണസമയത്ത് യാതൊരു കൊട്ടേഷനോ ടെൻഡറോ ഒന്നും ഇല്ലാതെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് വഴി നന്നാക്കിയത് മീഡിയകളിലും സോഷ്യൽ മീഡിയകളിലും പത്രത്തിലും എല്ലാം വാർത്ത വന്ന് നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. ആ ഭാഗമാണ് ഇപ്പം ഈ ഒരു പരുവത്തിൽ കിടക്കുന്നത്. പുതുപ്പള്ളി പഞ്ചായത്തിന്റെ മുൻവശത്തുള്ള ഈ റോഡ് PWD റോഡാണ്. ഈ റോഡിന് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ പുതുപ്പള്ളി MLA വിചാരിച്ചാൽ മാത്രമേ ചെയ്യത്തുള്ളൂ. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഞാൻ അവിടെ പോയി ഇവരെ പഞ്ചായത്ത് പ്രസിഡന്റിനോടും വൈസ് പ്രസിഡന്റിനോടും എല്ലാം തിരക്കിയപ്പോഴത്തേന് ഈ റോഡ് അറ്റകുറ്റപ്പണി കംപ്ലീറ്റ് പൂർത്തിയാക്കണമെങ്കിൽ ഏറെക്കുറെ 1 കോടി രൂപ എടുത്ത് വേണം. പുതുപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് 1 കോടി രൂപ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിലാണ് പഞ്ചായത്ത് നിലനിൽക്കുന്നത്. അപ്പം പുതുപ്പള്ളി MLA വിചാരിക്കാതെ ഈ വഴിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നുള്ളത് നമുക്ക് 100% ഉറപ്പാണ്. പക്ഷെ അദ്ദേഹം എന്തുകൊണ്ട് ഈ റോഡിനു വേണ്ടി ഇതുവരെ ഒന്നിനും പരിശ്രമിച്ചില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ റോഡിനെ പറ്റിയുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ നിലയ്ക്കപ്പള്ളിക്ക് ഇങ്ങോട്ട് വരുന്നിടത്ത് ഒരു ഓടയുണ്ട്, വില്ലേജ് ബാങ്കിന്റെ. അതിൽ സ്വല്പം താഴോട്ട് വന്നു കഴിയുമ്പോൾ ഓട അവിടെ കൊണ്ട് നിൽക്കുകയാണ്. സ്വകാര്യ വ്യക്തികൾ അത് അടച്ചിരിക്കുകയാണ്. ഇപ്പൊ അവിടെ ഒരു പുതിയ കെട്ടിടമൊക്കെ വന്നപ്പോൾ അവിടെ ഉയർന്നുകൊണ്ട് ഈ വെള്ളം മുഴുവൻ റോഡിലേക്ക് പോവുകയാണ്. അതുപോലെ ഈ കണ്ടത്തിന്റെ അവിടെ സാധാരണ രീതിയിലുള്ള കോൺക്രീറ്റിങ്ങോ ടാറിങ്ങോ കൊണ്ട് നിലനിൽക്കത്തില്ല. കാരണം എല്ലാ വർഷവും നിങ്ങൾക്കറിയാം പുതുപ്പള്ളി പെരുന്നാൾ വരുന്ന സമയത്തൊക്കെ മെയിൻ്റനൻസ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ഈ പ്രാവശ്യം അതും കൂടെ ഇല്ലാത്ത കാരണം ഈ റോഡിന്റെ അവസ്ഥ വളരെയേറെ മോശമായിരിക്കുകയാണ്. അപ്പൊ ഇത് നല്ല രീതിയിൽ ഇത് പൂർത്തീകരിക്കണമെന്നുണ്ടെങ്കിൽ ഏറെക്കുറെ 1 കോടി രൂപ വേണമെന്നുള്ളത് 100% സത്യമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ ഈ റോഡിന്റെ ആവശ്യത്തിന് വേണ്ടി പഞ്ചായത്തിൽ ഒരു യോഗം വിളിച്ചു കൂട്ടുകയുണ്ടായി. ആ യോഗത്തിൽ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പങ്കെടുത്തില്ല എന്നുള്ളത് ഈ വാർത്തയെല്ലാം നിങ്ങൾ കേട്ടതാണല്ലോ. അപ്പൊ ആ ഒരു ചെറിയൊരു ഈഗോപ്പുറത്താണ് ഈ പുതുപ്പള്ളിയിലെ ജനങ്ങൾ മുഴുവൻ ഈ ദുരിതം അനുഭവിക്കുന്നത്. അപ്പം പഞ്ചായത്ത് പ്രസിഡന്റിനോട് ചോദിച്ചപ്പോഴത്തേന് പഞ്ചായത്ത് പ്രസിഡന്റ് അന്ന് ചാണ്ടി ഉമ്മൻ രേഖാമൂലം ഒരു മീറ്റിംഗിന്റെ കാര്യം ഒന്നും രേഖാമൂലം ഇവിടെ പഞ്ചായത്തിൽ പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അന്നേ ദിവസം വേറെ ഒരു യോഗം ഉള്ളതുകൊണ്ട് ആ യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് പോവുകയും ചെയ്തു. ചാണ്ടി ഉമ്മൻ വന്ന സമയത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ ഇല്ലായിരുന്നു. ഇങ്ങനെ ഒരു ചെറിയൊരു വിഷയത്തിന്റെ പുറത്താണ് പുതുപ്പള്ളി ജനങ്ങൾ ഈ 2-3 വർഷക്കാലമായിട്ട് ഈ ദുരിതം മുഴുവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് MLA വിചാരിക്കാതെ ഇതിന്റെ ഒരു കാര്യത്തിന് തീരുമാനം ഉണ്ടാകുകയില്ലെന്നും നമുക്കറിയാം.
പുതുപ്പള്ളിയിലെ ബഹുമാനപ്പെട്ട MLA ചാണ്ടിയമ്മനോട് ഒരു അഭ്യർത്ഥനയല്ല, അപേക്ഷയാണ്. മറ്റുള്ള എല്ലാ കാര്യങ്ങളും വെടിഞ്ഞുകൊണ്ട് ഈ ഒരു റോഡിന്റെ കാര്യത്തിൽ ജനങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ദുരിതങ്ങൾ എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ റോഡ് നല്ല രീതിയിൽ ഒന്ന് പൂർത്തീകരിക്കാൻ വേണ്ടി രാഷ്ട്രീയവും ഈഗോയും എല്ലാം വെടിഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് പുതുപ്പള്ളി ജനങ്ങളുടെ ഒരു ആവശ്യമാണ്. പുതുപ്പള്ളി ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് നിങ്ങളെ ജയിപ്പിച്ചത്. ആ ഒരു നന്ദി തിരിച്ചു കാണിക്കാൻ വേണ്ടിയെങ്കിലും ഈ ഒരു റോഡിന്റെ കാര്യത്തിലെങ്കിലും ഉടനെയെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോടെ നിർത്തുന്നു. പുതുപ്പള്ളി ടുഡേ ലൈവ്.